ശ്രീ പ്രശാന്ത്, ഇപ്പോൾ പെരുന്ന് തന്നെയാണ് വീണ്ടും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാം, ഡൽഹി ആസ്ഥാനമായിട്ട് ഒരു NSSൻ്റെ ഒരു മന്ദിരം സ്മാരകം വരികയുണ്ടായി. അതിനെ തുടർന്ന് ഡൽഹി കേന്ദ്രീകൃതമായിട്ടുള്ള നായന്മാരൊക്കെ സുകുമാരൻ നായർക്കെതിരാകുമോ എന്നൊരു സംശയം. ഇതിനിടയ്ക്കാണ് നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സുകുമാരൻ നായർക്ക് അനുകൂലമായിട്ട് എത്തുന്നത്. എന്തായിരിക്കും ഇനി? വ്യത്യസ്തമായിട്ട് അഭിപ്രായമാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞേക്കുന്നത്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അദ്ദേഹത്തിന് NSS ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, NSSൻ്റെ നിലപാടിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അദ്ദേഹം BJPക്കാരോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വേർതിരിച്ച് കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനിവിടെ സംഘടനാ പ്രവർത്തനമായിട്ട്, അതായത് സംസ്ഥാന പ്രസിഡന്റുമായിട്ട് വന്നപ്പോൾ എനിക്ക് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു തന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ പറയുന്ന സുകുമാരൻ നായർ എന്നാണ് പറയുന്നത്, മനസ്സിലാകുന്നത്. അപ്പോൾ അതിനകത്ത് മോശമല്ലാത്ത RSSൻ്റെ നേതാവാണല്ലോ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഒരുപക്ഷെ കേരളത്തിൽ BJPയുടെ നേതാവെന്ന് പറയാം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനൊന്നും ഇല്ലെങ്കിലും BJP നേതാക്കന്മാരൊക്കെ വിചാരിച്ചിട്ട് നടക്കാത്ത ഒരിടത്ത് BJPക്ക് ഒരു ലോക്സഭാ സീറ്റ് BJPയുടെ ഇടമല്ലാത്തടത്ത് ഉണ്ടാക്കിയ ഒരാളാണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം ഇതിനകത്തൊന്നും വ്യത്യാസമാണല്ലോ. അപ്പം ഇദ്ദേഹം ഇന്നലെ പറഞ്ഞത് ആർക്കും ഇവിടെ വരാം, ആർക്കും ഇവിടെ കയറാം, പക്ഷെ ഇവിടെ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. അതിനകത്ത് മന്നത്ത് പത്മനാഭന്റെ സ്മൃതി മണ്ഡപം ക്ഷേത്രം പോലെ കാണുന്ന ഒരു ഇടമാണ് NSSകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവിടെ പട്ടിയെ കൊണ്ട് കയറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇന്നലത്തെ ട്രോളുകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഇനി പട്ടി കയറണ്ടല്ലോ, അവിടുത്തെ കസേരയിൽ പട്ടി ഇരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ വലിയ ട്രോളുകൾ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇനിയും പ്രത്യേകിച്ച് പട്ടി അവിടെ വേണ്ട, പട്ടി അവിടെ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്, ഞാൻ എവിടെ സാറിനെ കാണിക്കാം, ഈ രീതിയിലൊക്കെയുള്ള വർത്തമാനം പറഞ്ഞു. അപ്പം ഇതിനകത്ത് ഈ NSSനെതിരെ SYS ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഇദ്ദേഹം വെളിയിൽ പോയി കഴിഞ്ഞാൽ അതൊന്ന് പറഞ്ഞു, അതിൽ അംബാസഡറായിട്ട് പോയിട്ട് NSSൻ്റെ അദ്ദേഹത്തിൻ്റെ പേരെന്തോന്ന് ഞാൻ ഓർക്കുന്നില്ല, നേരത്തെ കരുണാകരൻ അംബാസഡറായിട്ട് വിട്ട ഒരു NSSൻ്റെ കിണങ്ങൂർ ഗോപാലകൃഷ്ണനെ കരുണാകരൻ എന്ന് വെച്ചാൽ NSSൻ്റെ ബലം എന്നാലോചിച്ചു. കരുണാകരൻ എന്ന് പറഞ്ഞാൽ ഏത് അഭ്യാസിയെയും പിടിച്ചു കെട്ടുന്ന, അല്ലെങ്കിൽ ഏത് സമുദായ നേതാവിനെയും വരുതിയിലാക്കുന്ന വലിയ കക്ഷിയായിരുന്നു കരുണാകരൻ. കരുണാകരൻ NSSൻ്റെ പുള്ളിയുടെ വരുതിയിൽ പറ്റാൻ പറ്റുന്നത് ഇയാളെ ചതിച്ചാണല്ലോ. കാരണം NSS ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്ന സമയത്ത് പുള്ളിയെ കൊണ്ടുവന്ന് അംബാസഡർ ആക്കി വിട്ടു. അപ്പോൾ ഇതിനകത്ത് വെളിയിൽ പോയാൽ പിന്നെ അകത്ത് കയറാൻ പാടാം. അങ്ങനെ പിന്നെ തിരിച്ചു വന്നപ്പോൾ പുള്ളിക്ക് അകത്ത് കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അതാണ് വലിയ കരുത്തനായ സെക്രട്ടറി ആയിരുന്നാണ് പറഞ്ഞത് കിടങ്ങൂർ. എനിക്ക് അതിനെപ്പറ്റി വലിയ ബോധ്യമില്ല, എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. കാരണം അപ്പം അങ്ങനെയാണ് അന്ന് NSSനെ പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിയുടെ താല്പര്യത്തിനനുസരിച്ച് നിർത്തിയത്. അപ്പം ആ രീതിയിലേക്കുള്ള അന്ന് SYS ഉണ്ടാക്കി. SYS ഉണ്ടാക്കിയപ്പോൾ NSSനെ മറിക്കാനും പറ്റുമെന്ന് പറഞ്ഞില്ല. കാരണം ഇത് മന്നത്ത് പത്മനാഭം കൊണ്ട് ഉണ്ടാക്കിയതെന്ന് തന്നെ, അതായത് സൊസൈറ്റി ലൈനിൽ അല്ലെങ്കിൽ രാജ്യസഭയുടെ സംവിധാനത്തിൽ അത് ഉണ്ടാക്കിയത്. അയാൾക്കറിയാം ഈ നായന്മാർ 4 നായ കാണുമ്പോൾ ഉള്ള സ്വഭാവം കാണിക്കും. 4 നായ കാണുമ്പോൾ ഉള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ കടിച്ചു കളയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ കടിപിടിയാണത്. അപ്പോൾ എന്തായാലും ഇത് പൊളിക്കും. അപ്പോൾ പൊളിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ളൊരു സംവിധാനമാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഈ ആൾക്കാരെ പുറത്താക്കാനും മറ്റും സാധിക്കും. ഇഷ്ടമില്ലാത്തവരെ മനസ്സിലായി, പുറത്തു നിന്ന് വന്നിട്ട് ഇതിനെ പൊളിക്കാനും പറ്റത്തില്ല. ഒരു രീതിയിൽ അനുഗ്രഹമാണ്, ഒരു രീതിയിൽ ഇതൊരു ശാപവുമാണ്, മനസ്സിലാവുന്നുണ്ട്. അതായത് ഇപ്പം ഈ ഇരിക്കുന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറി എത്ര മോശമായാലും അയാൾ ചത്തൊടുങ്ങുന്നതല്ലാതെ അതിനകത്തുനിന്ന് മാറ്റിയെടുക്കാൻ പാടാ. അയാൾക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം വെളിയിൽ കളയാൻ ചെയ്തു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗണേശനെ കളയാൻ പറ്റിയത്, നേരത്തെ കലഞ്ഞൂർ മുതൂരെ കളയാൻ പറ്റിയത്, പത്തനംതിട്ട ഇരുന്ന് ഭാരവയെ കളയാൻ പറ്റിയത്, അങ്ങനെ പലരെയും കളയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഇവർ ചെയ്തേക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ NSSനകത്ത് വേറെ സംഘടനയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. NSS എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഡൽഹിയിൽ ഒരു സ്മൃതി മണ്ഡപവും അല്ലെങ്കിൽ പ്രതിമയും തയ്യും ഒക്കെ നട്ട് ഇവിടെ എന്നിട്ട് ഇയാളെ വിളിക്കാതിരിക്കുക, ഇതിനകത്തുനിന്ന് പുറത്താക്കിയ കളഞ്ഞൂർ മധുവിനെ ഉൾപ്പെടെയുള്ളവരെ അകത്ത് അല്ലെങ്കിൽ അവിടെ നിർത്തി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇതേ രീതിയിൽ സമാനമായിട്ട് NSS എന്ന് പറഞ്ഞ് അകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനകത്ത് ആൾക്കാരെ ഇവരുടെ ഭാഗമായിട്ട് വിളിച്ചു കൂട്ടുവാൻ സാധിച്ചാൽ കേരളത്തിൽ NSSന് ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു കരുത്ത് നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോകും. കാരണം NSS ജനറൽ സെക്രട്ടറി വിചാരിച്ചാൽ ഉണ്ടാകുന്ന കരുത്ത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണിത്. അത് സമൂഹം അംഗീകരിച്ചിരുന്ന പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എത്ര പറയുമ്പോഴും NSSനോട് പിണങ്ങിയാൽ അത് ജനാധിപത്യ സംവിധാനത്തിൽ പരീക്ഷണം വരുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിലേക്കുള്ളൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു.
അപ്പൊ അതിന് ഒരുപക്ഷെ വിഘ്നം വരുന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ ചില നിലപാടുകൾക്കുണ്ട്. അതായത് ചിലരോടുള്ള ഇഷ്ടം, ചിലരോട് താല്പര്യം, അല്ലെ ചിലർക്ക് മാത്രമായിട്ടുള്ള പരിഗണന, അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമില്ലാത്തവരെ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതെ പോക്കുന്ന ഒരു ഇപ്പൊ തന്നെ ചില BJP നേതാക്കന്മാർക്കൊക്കെ അവിടെ ചെല്ലാം. ഒന്ന് നമ്മുടെ ഈ പഴയ ഗവർണറായിട്ടിരുന്ന ഗോവ ഗവർണറായിട്ടിരുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു, നേരത്തെ BJP സംസ്ഥാന പ്രസിഡന്റായിട്ട് PS ശ്രീരംപിള്ളയ്ക്ക് അവിടെ ചെല്ലാം, അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമുള്ള ചില ആൾക്കാർക്ക്. സുരേഷ് ഗോപിക്ക് ചെല്ലാൻ പറ്റത്തില്ല. O രാജഗോപാൽ നേരത്തെ SYSന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് അയാൾ ഗവർണറായിട്ടിരുന്നപ്പോഴും അവിടെ ചെല്ലാം. അന്നത്തെ അദ്ദേഹം പട്ടിയും കുട്ടിയൊന്നും ആയിട്ടല്ല അവിടെ ചെല്ലാം, അത് അന്നേരം സംഭവിച്ചില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ അവിടെ ചെല്ലുവാണ്, പട്ടിയൊക്കെ ഇന്നടത്ത് കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, പട്ടിയൊന്നും കയറ്റത്തൊന്നുമില്ല. അപ്പൊ ഇയാളൊരു കാരണം പറയുകയാണ്. ഇപ്പം ഇവിടെ വരുമ്പോൾ പക്ഷേ ഒരുപക്ഷെ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ അവിടെ ആ സംവിധാനമുണ്ട്, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അവരെ SPG ബോധ്യപ്പെട്ട് അവിടെ ബോധ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള അനുമതി കൊടുക്കത്തുള്ളൂ. അത് ആ സമയം വരുന്ന സമയത്തല്ലല്ലോ പരിശോധന. നേരത്തെ വന്നിട്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്, അവരതിൻ്റെ രീതിയിലൊക്കെ ബോധ്യപ്പെടും. അന്നേരവും വേണമെങ്കിൽ നേരത്തെ വന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ട് അവിടെ ഈ സ്ഥലത്ത് പട്ടിയെ മണപ്പിക്കണമെന്നൊന്നും നിയമമില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പം അങ്ങനെയില്ല. അപ്പം അതൊന്നും അല്ല കാരണം ഇപ്പം മോശമായിട്ട് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇനി ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇദ്ദേഹം ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ വല്ലാത്ത സ്വീകരണവും കിട്ടിക്കാണുമായിരിക്കും. ആ നായർ പുള്ളി നോക്കിയപ്പോൾ നല്ല നായരോ, പുള്ളിക്ക് താല്പര്യമുള്ള നായരോ, പുള്ളിക്ക് ഇഷ്ടമുള്ള നായരോ, പുള്ളിയോട് നേരത്തെ സംസാരിച്ച നായരോ ഒക്കെ ആയിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ്. പിന്നെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉപരാഷ്ട്രപതിക്കും ഒരുപക്ഷെ RSSനും അല്ലെങ്കിൽ അത്തരത്തിൽ സുരേഷ് ഗോപിക്കും ഒന്നും അത്ര താല്പര്യമുള്ള ഒരിടം അല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ NSS ജനറൽ സെക്രട്ടറിയോട്. അതുകൊണ്ടാണ് ഇത് ശുദ്ധീകരിക്കപ്പെടും ഓട്ടോമാറ്റിക്കലി. പ്രകൃതിപരമായിട്ട് മോശമാവുന്ന സാധനം അത് പ്രകൃതിയുടെ ഒരു വികൃതിയാണെന്ന് സുരേഷ് ഗോപി ഇന്നലെ പറയുമ്പോഴും ആര് കയറണ്ട എന്നുള്ള ധാഷ്ട്യമൊന്നും ആരും വെച്ച് പുലർത്തണ്ട. ഇത് ആരുടെയും സ്വന്തക്കാരുടെ വകയല്ല, പൊതുസ്വത്താണ് മന്നത്ത് പത്മനാഭൻ, പൊതുസ്വത്താണ് NSS. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിലും മറ്റേ ഇടങ്ങളിലും ഒക്കെ കയറേണ്ടി വരുന്നത് എന്നുള്ള രീതിയിൽ ഉപരാഷ്ട്രപതിയും സംസാരിച്ചു. അപ്പൊ അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അത്തരത്തിലൊരു കാര്യം ചെയ്യണമെങ്കിലും അത്തരത്തിലൊരു വർത്തമാനം പറയണമെങ്കിലും ഒരുപക്ഷെ സുരേഷ് ഗോപി പറയുന്നതിനെക്കാട്ടിൽ അങ്ങനെ പറയേണ്ടത് പറഞ്ഞാൽ മതിയെന്ന് കൃത്യമായ ഡയറക്ഷൻ കൂടി മാത്രം പറയുന്ന ഒരാളാണ്. മനസ്സിലാവുന്നത്? കാരണം അദ്ദേഹത്തിന് RSSനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്ത് പറയുന്നു അത് RSS രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും BJP രാഷ്ട്രീയവുമാകും. അതുകൊണ്ട് അത് പറയുമ്പോൾ അപ്പോൾ സൂക്ഷിച്ചേ പറയത്തുള്ളൂ. ഇപ്പം അതൃപ്തി ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ പറയേണ്ട എന്ന് BJP നേതൃത്വം ഇനി പറയുന്നത് അമിത്ഷായോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ മറ്റു പലരോ പറഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അതേസമയം ഔട്ട്സ്പോക്കൺ ആണ് വേണമെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയാം. സുരേഷ് ഗോപിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാം. പക്ഷെ മറ്റേദ്ദേഹം പറഞ്ഞപ്പോൾ അത് BJP അറിയാതെ പറയുന്ന ഒരവസ്ഥയില്ല. ഇദ്ദേഹം പറയുമ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ തൂറിയനെ ചുമന്നവനും നാറും എന്നുള്ള കാര്യമാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ല് കിടപ്പുണ്ട്. ഇപ്പം NSSനോട് താല്പര്യമുണ്ട്, മന്നത്ത് പത്മനാഭനോട് താല്പര്യമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സുകുമാരൻ നായരോട് താല്പര്യമുണ്ടെന്ന് ഇപ്പം പറഞ്ഞാൽ NSSന്റെ മൊത്തം ആനുകൂല്യം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. പിന്നെ എന്നെക്കാട്ടിൽ ഒരുപക്ഷെ ബുദ്ധിമാനും വിദഗ്ധനും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വിജയിച്ചിട്ടുള്ള ആളുമൊക്കെ ആണല്ലോ ഈ നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ. അതുകൊണ്ടാണല്ലോ ഇവിടെ അങ്ങും കൊള്ളാവുന്നവരില്ലെന്ന് കണ്ടും അല്ലെങ്കിൽ അവരെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതും സാധിപ്പിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മിടുക്ക് ഒരു പരിധി വരെ കാണിച്ചിട്ടുമുണ്ട്. ഒരു കോർപ്പറേഷനും 3 MLA-മാരും അല്ലെങ്കിൽ ഒരു MP അതിന് മുമ്പേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഏതായാലും നടക്കട്ടെ. സുകുമാരൻ നായരെ പറ്റി നായന്മാർക്കിടയിലുള്ള അഭിപ്രായം അയാൾ മാറിയാലേ NSS നന്നാവൂ എന്നുള്ളതാണ്. കാരണം ഇപ്പം തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ ഈ നമ്മുടെ പല പ്രസ്ഥാനങ്ങളുടെയും കിടപ്പ്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കിടപ്പ്, ആശുപത്രിയുടെ കിടപ്പ്, NSSന്റെ കീഴിലുള്ള പ്രസ്ഥാനങ്ങളുടെ കിടപ്പ് എല്ലാം ഏതാണ്ട് തീർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ്. പലരുമായിട്ട് സംസാരിക്കുന്ന സാർ സംസാരിച്ച് നോക്കൂ. NSSന്റെ പല കോളേജുകളുടെയും പരിസരം, അല്ലെങ്കിൽ പല പോളിടെക്നിക്കുകളുടെയും 12 ഉൾപ്പെടെ പോളിടെക്നിക്കുകളുടെ അവസ്ഥ, പല മെഡിക്കൽ മിഷനുകളുടെ അവസ്ഥ, ഇത് പണ്ടെങ്ങനെയായിരുന്നു, അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ, ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? ഇതിനകത്തുനിന്നുള്ള വരുമാനം മാത്രം, അല്ലെങ്കിൽ പ്രസ്ഥാനം കൂപ്പുകുത്തുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു ശ്രദ്ധയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പ്രസ്ഥാനത്തിനകത്തു നിന്നുള്ള വരുമാനം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ, ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള സംശയം വരത്തക്ക രീതിയിലേക്കുള്ള പ്രവർത്തനമുണ്ട്. പിന്നെ പ്രസ്ഥാനത്തെ കൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ, ഒരുപക്ഷെ ജോലി
അല്ലെങ്കിൽ അഡ്മിഷൻ മറ്റു പലതുമൊക്കെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഒക്കെ കരസ്ഥമാക്കി കൊടുക്കുന്നോ എന്നുള്ളതിനെ പറ്റിയും പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിച്ചതിന് ശേഷമുള്ള റിസൾട്ടും അത്ര നല്ലതല്ല. ഏതായാലും NSSന് യോഗ്യമായിട്ടുള്ള ഒരു സെക്രട്ടറി ആണ് എന്ന് പൊതുവെ നായന്മാർക്കിടയിൽ അഭിപ്രായമില്ല. NSSന് പഴയ ഒരു വില സമൂഹത്തിൽ മറ്റ് പാർട്ടിക്കിടയിലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനിടയിലും ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.